ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഗൗരിക്ക് ഹോസ്റ്റൽ റൂം കിട്ടുമോ എന്നറിയാതെ വല്ലാതെ ടെൻഷനായി. വർക്കിൽ കോൺസെൻട്രേഷൻ കിട്ടുന്നതേ ഉണ്ടായിരുന്നില്ല. മഹാദേവ, ഇന്ന് ഹോസ്റ്റൽ കിട്ടുമെന്നറിഞ്ഞാലേ നാളെ രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോൾ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാൻ കഴിയൂ. എവിടെയും ഹോസ്റ്റൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? വീട്ടിൽ നിന്നിറങ്ങി എവിടെയെങ്കിലും പോയാലോ? ഞാനൊരു പെണ്ണല്ലേ, തനിച്ച് എവിടെ പോവാനാ? മഹാദേവ, ആത്മഹത്യയല്ലാതെ എൻ്റെ മുന്നിൽ മറ്റൊരു വഴിയും ഇല്ലേ? ഇപ്പോഴത്തെ എൻ്റെ സാഹചര്യത്തിൽ തിരിച്ച് അമ്മാവൻ്റെ വീട്ടിലേക്ക് പോകാൻ കഴിയില്ല. എൻ്റെ ഇവിടുത്തെ സാഹചര്യം മനുവേട്ടനെ അറിയിക്കാൻ ഒരു വഴിയുമില്ല. മനുവേട്ട, അയാളുമായുള്ള വിവാഹത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ പിന്നെ ഇനി കണ്ടെന്ന് വരില്ല. എൻ്റെ ഈ ജന്മം അവസാനിക്കാറായെന്നാ തോന്നുന്നത്. വിവാഹത്തിന് തൊട്ടു മുൻപ് മരണത്തിന് കീഴടങ്ങും ഞാൻ. വീണ്ടും മറ്റൊരു ജന്മത്തിൽ നമ്മൾ ഒന്നിക്കാൻ മഹാദേവൻ അനുഗ്രഹിക്കണേ എന്ന എൻ്റെ പ്രാർത്ഥന. എൻ്റെ മഹാദേവൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഞാൻ തിരികെ മഹാദേവനിലേക്ക് തന്നെ എത്തണമെന്നായിരിക്കും. അല്ലാതെ മറ്റൊരാളുടെ ഭാര്യയായി അയാളോടൊപ്പം കഴിയാൻ ഈ ജന്മം എനിക്ക് സാധിക്കില്ല. എൻ്റെ മനുവേട്ടനെ മറക്കാൻ സാധിക്കില്ല എനിക്ക്. അങ്ങനെ ഓരോന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ദീപ വന്ന് വിളിച്ചു. ഗൗരി, എന്താ നീ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്? ലഞ്ച് ടൈമായി, വായോ. ദീപ വിളിക്കുന്നത് കേട്ട് ഗൗരി ഞെട്ടി ആലോചനയിൽ നിന്നുണർന്നു. ചേച്ചി, ഹോസ്റ്റൽ റൂം എവിടെയെങ്കിലും കിട്ടുമെന്ന് വിളിച്ച് ചോദിച്ചോ? ഗൗരി ചോദിച്ചു. വിളിക്കാം ഗൗരി, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാകാതിരിക്കില്ല. ഇപ്പോൾ വന്ന് കഴിക്കാൻ നോക്ക്, ദീപ പറഞ്ഞു. എനിക്ക് കഴിക്കാൻ ഒന്നും വേണ്ട ചേച്ചി. ജീവിതം തന്നെ അവസാനിപ്പിക്കാറായോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എങ്ങനെ എനിക്ക് കഴിക്കാൻ തോന്നുക? ഗൗരി പറഞ്ഞു. നീ വെറുതെ വേണ്ടാത്തത് പറയാതെ വന്നിരുന്ന് കഴിക്കാൻ നോക്ക്. ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഒരു വഴിയുണ്ടാക്കാം എന്ന് പറഞ്ഞ് ദീപ ഗൗരിയെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയി. കഴിക്കൽ കഴിഞ്ഞതും ഗൗരി ദീപയോട് വിളിച്ചു നോക്കാൻ പറഞ്ഞു. ദീപ വിളിച്ചു നോക്കി നിരാശയോടെ പറഞ്ഞു. അവിടെ റൂം ഒഴിവില്ല ഗൗരി. ഇനി ഞാൻ എന്തു ചെയ്യും ചേച്ചി എന്ന് പറഞ്ഞ് ഗൗരി കരയാൻ തുടങ്ങി. നീ കരയാതെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞില്ലേ? ഇപ്പം എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ഉച്ചയ്ക്ക് ശേഷം മീറ്റിംഗ് ഉള്ളതല്ലേ, അതിൻ്റെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ സംസാരിക്കാം എന്ന് പറഞ്ഞ് ദീപ കൺവെൻഷൻ ഹാളിലേക്ക് പോയി. ഗൗരി സങ്കടപ്പെട്ട് അവളുടെ സീറ്റിലിരിക്കുന്നത് കണ്ട് സ്റ്റെഫി വന്ന് ചോദിച്ചു. എന്തു പറ്റി ഗൗരി? നീ എന്തോ വിഷമത്തിലാണെന്ന് തോന്നുന്നു. ഏയ്, ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഗൗരി ചിരിക്കാൻ ശ്രമിച്ചു. മീറ്റിംഗ് തുടങ്ങാൻ സമയമായി, വായോ, എല്ലാവരും അങ്ങോട്ട് പോയി തുടങ്ങി എന്ന് പറഞ്ഞ് സ്റ്റെഫി ഗൗരിയെ കൂട്ടി കൺവെൻഷൻ ഹാളിലേക്ക് പോയി. മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ആ ഓഫീസിലുണ്ടായിരുന്നവർ മാത്രമല്ല, ഫീൽഡ് വർക്കേഴ്സ് ഉൾപ്പെടെ മഹാദേവ് അസോസിയേറ്റ്സിൽ ജോലി ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളും ഉണ്ടായിരുന്നു. കൃത്യം 2 മണിക്ക് തന്നെ മീറ്റിംഗ് തുടങ്ങി. കൺവെൻഷൻ ഹാളിലേക്ക് ദേവൻ എത്തുമ്പോഴേക്കും 2:15 കഴിഞ്ഞിരുന്നു. വേദിയിൽ ദേവനും രവിയും കോശി സാറും രാജീവും ഉൾപ്പെടെ മഹാദേവ് അസോസിയേറ്റ്സിൽ വർക്ക് ചെയ്യുന്ന ഉയർന്ന പൊസിഷനിലുള്ള മറ്റു പലരുടെയും കൂടെ ദീപയും ഇരിക്കുന്നത് കണ്ട് നാൻസിക്കും അഞ്ജലിക്കും സഹിക്കുന്നുണ്ടായിരുന്നില്ല. എന്ത് സ്ഥാനാ അവൾക്ക് ഈ ഓഫീസിലുള്ളത്? എന്നിട്ടും കയറിയിരിക്കുന്നത് കണ്ടില്ലേ? എന്ത് കണ്ടിട്ടാണാവോ അവൾക്ക് ദേവൻ ഈ ഓഫീസിൽ ഇങ്ങനെ ഒരു സ്ഥാനം കൊടുത്തിരിക്കുന്നത്? അഞ്ജലി അസൂയയോടെ പറഞ്ഞു. അവർ തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് പുറത്തറിയില്ലല്ലോ, എല്ലാം രഹസ്യല്ലേ. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ആ സ്ത്രീക്ക് ദേഷ്യം വരും, നാൻസി പറഞ്ഞു. ഓഫീസിൽ ദേവൻ നമ്മളോടുകൂടി റാഷായേ സംസാരിക്കൂ. എന്നാൽ അവരോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ, വാക്കുകളിൽ എന്തൊരു സ്നേഹമായിരിക്കും, അഞ്ജലി പറഞ്ഞു. മഹാദേവ് അസോസിയേറ്റ്സിൽ കുറേ കാലമായി ജോലി ചെയ്തു വരുന്നവരും മറ്റ് ഉയർന്ന പോസ്റ്റിലിരിക്കുന്നവരുമെല്ലാം മഹാദേവ് അസോസിയേറ്റ്സിനെയും ദേവനെയും കുറിച്ച് മീറ്റിങ്ങിൽ നന്നായി സംസാരിച്ചു. അതെല്ലാം കേട്ട് ദേവൻ നല്ല ഹാപ്പിയായിരുന്നു. പിന്നീട് രാജീവ് പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ ഗുഡ് പെർഫോമർ ആരാണെന്ന് കണ്ടെത്തി ആദരിക്കലും പെർമനൻ്റ് സ്റ്റാഫ് അപ്പോയിൻമെൻറ്റുമാണ് ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ പ്രധാന ഉദ്ദേശമെന്ന് എല്ലാവർക്കും അറിയാലോ. ആദ്യം ഗുഡ് പെർഫോമർ ആരാണെന്ന് അനൗൺസ് ചെയ്യുന്നതിനായി ദീപ ചേച്ചിയെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞ് രാജീവ് അവൻ്റെ സീറ്റിൽ പോയിരുന്നു. അപ്പോൾ ദീപ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. 2 പേരാണ് ഈ വർഷം ഗുഡ് പെർഫോമർ ഓഫ് ദ ഇയറിൽ വരുന്നത്. കഴിഞ്ഞ 2 വർഷവും ആ സ്ഥാനം കൈക്കലാക്കിയ രാജീവ് തന്നെയാണ് ആദ്യത്തെ ആൾ. രാജീവിന് മൊമൻറ്റോ നൽകുന്നതിനായി മഹാദേവ് അസോസിയേറ്റ്സ് ഓണർ ദേവനെ ക്ഷണിക്കുന്നു.
ദേവൻ രാജീവിന് മൊമൻറ്റോ നൽകുമ്പോൾ അഞ്ജലിയും നാൻസിയും ഒഴികെ എല്ലാവരും കൈയടിച്ചു. കമ്പനിയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ രാജീവിന് വലിയൊരു പങ്കുണ്ട്. പല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കാര്യങ്ങൾ ഒരേ സമയം ഒരുപോലെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നതിൽ രാജീവിനെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും രാജീവ് ശ്രദ്ധ കൊടുക്കുകയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ മാനേജ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ ഓരോ പ്രവർത്തനങ്ങളും ഒരു ദിവസം പോലും മുടക്കം വരുത്താതെ, ഒരു സംശയം പോലും ചോദിക്കാനുള്ള ഇടവരുത്താതെ ക്ലിയറായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ അവാർഡിന് രാജീവ് എന്തുകൊണ്ടും യോഗ്യൻ തന്നെയാണ്. ഗുഡ് രാജീവ്, ദേവൻ പറഞ്ഞു. താങ്ക് യു സർ, വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് രാജീവ് പറഞ്ഞു. അടുത്ത ഗുഡ് പെർഫോമർ ഓഫ് ദ ഇയർ കോശി സാർ, ദീപ പറഞ്ഞു. കോശി സാറിന് മൊമൻറ്റോ നൽകിയതിന് ശേഷം ദേവൻ പറഞ്ഞു. കോശി സാർ എൻ്റെ അച്ഛനോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് കോശി സാർ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം ബിസിനസ്സിൽ വലിയ നേട്ടം ഉണ്ടാക്കാൻ കോശി സാറിന് കഴിഞ്ഞിട്ടുണ്ട്. അതിന് കോശി സാറിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. താങ്ക് യു ദേവൻ, കോശി സാർ പറഞ്ഞു. അടുത്തതായി നമ്മൾ പെർമനൻ്റ് സ്റ്റാഫ് അപ്പോയിൻമെൻറ്റ് നോമിനേഷൻ ലിസ്റ്റാണ് വായിക്കുന്നത്. ഓഫീസ് സ്റ്റാഫായ അപർണ, സ്റ്റെഫി, കിരൺ, ഗൗരി. ഫീൽഡ് വർക്കേഴ്സ് രഞ്ജിത്ത്, കൗശിക്, അമൽ, മിഥുൻ. എഞ്ചിനീയർ റോഷൻ. സൈറ്റ് സൂപ്പർവൈസർ തോമസ്, പ്രഭാകരൻ, ബാബു തുടങ്ങിയവരാണ് നോമിനേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് ഈ വർഷം 3 ആളെയാണ് പെർമനൻ്റ് സ്റ്റാഫായി അപ്പോയിൻറ്റ് ചെയ്യാൻ പോകുന്നത്, ദീപ പറഞ്ഞു. കേട്ടില്ലേ, ഈ വർഷവും നോമിനേഷൻ ലിസ്റ്റിൽ പോലും നമ്മുടെ പേര് വന്നിട്ടില്ല. ജോയിൻ ചെയ്ത് 1 മാസമായിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും അവളുടെ പേര് ലിസ്റ്റിലുണ്ട്. ഇത് നമ്മളെ അപമാനിക്കുന്നത് പോലെയാ എനിക്ക് തോന്നുന്നത്, അഞ്ജലി പറഞ്ഞു. അവരായിരിക്കും നോമിനേഷൻ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ദേവൻ അവരെ ക്യാബിനിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നത് കണ്ടതല്ലേ. നമ്മുടെ പേര് മനഃപൂർവ്വം ഒഴിവാക്കിയതായിരിക്കും അവർ, നാൻസി പറഞ്ഞു. ആരൊക്കെയാണ് ആ 3 പേരെന്ന് വായിക്കാം. പേര് വായിക്കുന്നവർ ഇവിടേക്ക് വരേണ്ടതാണ്, ദീപ പറഞ്ഞു. ആദ്യത്തെ പേര് സൈറ്റ് സൂപ്പർവൈസർ തോമസ് ഏട്ടൻ. തോമസ് ഏട്ടൻ ഇവിടേക്ക് വരണം, ദീപ പറഞ്ഞു. തോമസ് ഏട്ടൻ എഴുന്നേറ്റ് അങ്ങോട്ട് ചെന്നു. അടുത്ത ആൾ എഞ്ചിനീയർ റോഷൻ. റോഷനും ഇവിടേക്ക് വരണം, ദീപ പറഞ്ഞു. റോഷനും എഴുന്നേറ്റ് അങ്ങോട്ട് ചെന്നു. അടുത്ത പേര് ഗൗരി എന്ന് വായിച്ചതും ഗൗരി ഒന്ന് ഞെട്ടി. അഞ്ജലിയും നാൻസിയും ദേഷ്യത്തോടെ ഗൗരിയെ നോക്കി. ഗൗരി ഇവിടെ വാ, ദീപ ഗൗരിയെ നോക്കി വിളിച്ചു. അവൾ പേടിച്ച് അങ്ങോട്ട് ചെന്നു. ഈ 3 പേരെ സെലക്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് രാജീവ് പറയും എന്ന് പറഞ്ഞ് ദീപ അവിടെ പോയിരുന്നു. സൈറ്റ് സൂപ്പർവൈസർ തോമസ് ഏട്ടൻ. സൈറ്റിലെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ഹാൻഡിൽ ചെയ്യുന്നത് തോമസ് ഏട്ടനാണ്. എല്ലാ ദിവസവും സൈറ്റിലെ കാര്യങ്ങളെല്ലാം ഇൻഫോം ചെയ്യുകയും വർക്കിൽ ഡിലേ വരാതെ മാനേജ് ചെയ്യാനും തോമസ് ഏട്ടന് കഴിയുന്നുണ്ട്. തോമസ് ഏട്ടൻ്റെ വർക്കിൽ കമ്പനി സാറ്റിസ്ഫൈഡ് ആണ്. കഴിഞ്ഞ 3 വർഷമായി തോമസ് ഏട്ടൻ ഈ കമ്പനിയിൽ സൈറ്റ് സൂപ്പർവൈസറായി വർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് തോമസ് ഏട്ടനെ പെർമനൻ്റ് സ്റ്റാഫായി അപ്പോയിൻറ്റ് ചെയ്യുന്നു. ദീപ തോമസ് ഏട്ടൻ്റെ എഗ്രിമെൻറ്റ് പേപ്പർ തോമസ് ഏട്ടന് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ രാജീവ് പറഞ്ഞു. തോമസ് ഏട്ടാ, വായിച്ചു നോക്കിയതിന് ശേഷം സൈൻ ചെയ്താൽ മതി. തോമസ് ഏട്ടൻ വളരെ സന്തോഷത്തോടെ എഗ്രിമെൻറ്റ് പേപ്പർ വാങ്ങി. അടുത്ത ആൾ എഞ്ചിനീയർ റോഷൻ. റോഷൻ നമ്മുടെ കോശി സാറിൻ്റെ സിസ്റ്ററുടെ മോനാണ്. കഴിഞ്ഞ 2 വർഷമായി റോഷൻ നമ്മുടെ കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. റോഷൻ്റെ വർക്കുകളെല്ലാം തന്നെ കസ്റ്റമേഴ്സിന് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. റോഷൻ എഗ്രിമെൻറ്റ് പേപ്പർ വായിച്ചു നോക്കിയതിന് ശേഷം സൈൻ ചെയ്താൽ മതി, രാജീവ് പറഞ്ഞു. ദീപ റോഷന് എഗ്രിമെൻറ്റ് പേപ്പർ കൊണ്ടുവന്ന് കൊടുത്തു. അടുത്തത് ഗൗരി. ഗൗരി നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് 1 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എങ്കിലും ഗൗരിയുടെ കഴിവുകൾ 1 മാസം കൊണ്ട് തന്നെ കമ്പനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. വളരെയധികം ടാലൻ്റ് ഉള്ള ആളാണ് ഗൗരി. ഗൗരി, എഗ്രിമെൻറ്റ് പേപ്പർ വായിച്ചു നോക്കി സൈൻ ചെയ്യൂ, രാജീവ് പറഞ്ഞു. ദീപ ഗൗരിക്ക് എഗ്രിമെൻറ്റ് പേപ്പർ കൊണ്ടുവന്ന് കൊടുത്തു. എന്നാൽ അവൾ അത് വാങ്ങിക്കാതെ രാജീവിൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് വാങ്ങി പറഞ്ഞു. എനിക്ക് ഈ ഓഫർ വേണ്ട. ഞാൻ എഗ്രിമെൻറ്റ് പേപ്പറിൽ സൈൻ ചെയ്യുന്നില്ല. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു എഗ്രിമെൻറ്റ് പേപ്പറിൽ സൈൻ ചെയ്യിപ്പിച്ച് ജോലി ചെയ്യിപ്പിക്കുന്നത് തെറ്റാണ്. എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റാഫിന് ഏതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരവസ്ഥ ഉണ്ടായാൽ കമ്പനിയിലെ എഗ്രിമെൻറ്റ് കാരണം അതിന് സാധിക്കാതെ വരും. ഒരാളുടെ ടാലൻറ്റ് കമ്പനിക്ക് ബോധിച്ചെങ്കിൽ ആ ആൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തുകൊണ്ട് കമ്പനിയിൽ അവരുടെ സ്വാതന്ത്ര്യത്തിന് ഒരു തടസ്സവും വരാത്ത രീതിയിൽ പെർമനൻ്റ് സ്റ്റാഫായി അപ്പോയിൻറ്റ് ചെയ്യുന്നതല്ലേ ശരിയായ രീതി. കമ്പനി ഇപ്പോൾ ചെയ്യുന്നത് ഒരാളുടെ കഴിവിനെ വിലയ്ക്ക് വാങ്ങിക്കുന്നത് പോലെയല്ലേ.
മാൻ പവർ വിലയ്ക്ക് വാങ്ങിക്കാൻ പാടില്ല. ഇത് ഒരു തരത്തിൽ അടിമത്തമാണ്. എഗ്രിമെൻ്റ് സൈൻ ചെയ്തു എന്ന കാരണം കൊണ്ട് കമ്പനിയിൽ നിന്നും ആ വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കോ മാനസിക സംഘർഷങ്ങൾക്കോ പോലും റിയാക്ട് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയും കൂടി ഉണ്ടാകും. ഓരോ സ്റ്റാഫിനെയും അവരവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് വർക്ക് ചെയ്യാൻ അനുവദിക്കണം. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് ഈ കമ്പനിയിൽ നിന്നുണ്ടായ ആ നിമിഷം അവർക്ക് റിയാക്ട് ചെയ്യുന്നതിനും ഇവിടുന്ന് റിസൈൻ ചെയ്തു പോകുന്നതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. എഗ്രിമെൻ്റ് സൈൻ ചെയ്തു എന്ന കാരണം കൊണ്ട് ഒരടിമയെ പോലെ എല്ലാം സഹിച്ച് ജോലി ചെയ്യേണ്ടി വരുന്നത് വളരെ കഷ്ടാണ്. സർ, കമ്പനിയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സിസ്റ്റം റിവ്യൂ ചെയ്യണമെന്നാ എൻ്റെ അഭിപ്രായം, ഗൗരി പറഞ്ഞു. ഗൗരി പറയുന്നത് കേട്ട് ദേവന് വല്ലാതെ ദേഷ്യം വന്നു. അവൻ ദേഷ്യത്തോടെ ഇരുന്നിരുന്ന ചെയർ തള്ളി നീക്കി അവിടുന്ന് എഴുന്നേറ്റ് പോയി. ദേവന് പുറകെ രവിയും പോയി. അത് കണ്ട് ഗൗരിക്ക് പേടി തോന്നി. രാജീവ് ദേഷ്യത്തോടെ അവളുടെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചു വാങ്ങി പറഞ്ഞു, നിനക്ക് എഗ്രിമെൻ്റ് സൈൻ ചെയ്യാൻ കഴിയില്ലെങ്കിൽ അത് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? എന്തിനാ മറ്റുള്ള കാര്യങ്ങൾ കൂടെ പറഞ്ഞത്? നിന്റെ അഭിപ്രായം ഇവിടെ ആരെങ്കിലും ചോദിച്ചോ? എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത് ഗൗരി? നിനക്ക് സൈൻ ചെയ്യാൻ കഴിയില്ലെങ്കിൽ അത് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നില്ലേ എന്ന് ചോദിച്ച് ദീപയും ദേഷ്യപ്പെട്ടു. ഇവളുടെ കാര്യം കഴിഞ്ഞു. നാളെ മുതൽ ഓഫീസിൽ ഇവൾ ഉണ്ടാകില്ല. ആശ്വാസം, അഞ്ജലി നാൻസിയോട് പറഞ്ഞു. അവർ രണ്ടാളും കൂടി ഇരുന്ന് ചിരിച്ചു. ദേവൻ വളരെ ദേഷ്യത്തോടെ അവൻ്റെ ക്യാബിനിൽ വന്നിരുന്നു. പിന്നാലെ രവിയും വന്നു. ദേവൻ നല്ല ദേഷ്യത്തിലാണെന്ന് മനസ്സിലാക്കി രവി പറഞ്ഞു, സർ, ആ പെണ്ണിന് വിവരമില്ല, അതുകൊണ്ടാ. അല്ലെങ്കിൽ ആ എഗ്രിമെൻ്റ് ഒന്ന് വായിച്ചു നോക്കുക പോലും ചെയ്യാതെ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുമോ? രവി, ആ പെണ്ണിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം. ഇന്ന് തന്നെ, എത്രയും പെട്ടെന്ന്, ദേവൻ പറഞ്ഞു. സർ, വിട്ടേക്ക്, ഒന്നും വേണ്ട, രവി പറഞ്ഞു. പറയുന്നതനുസരിച്ചാൽ മതി. അടിമത്തം എന്താണെന്ന് ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കാം. പോ, അവളെക്കുറിച്ച് എല്ലാം എനിക്കറിയണം, ദേവൻ ദേഷ്യത്തോടെ പറഞ്ഞു. രവിക്ക് ദേവൻ്റെ ഭാവം കണ്ട് വല്ലാതെ പേടി തോന്നി. അവൻ ബാഗ് തുറന്ന് അതിൽ നിന്ന് മെഡിസിൻ എടുത്ത് ദേവന് കൊടുത്തിട്ട് പറഞ്ഞു, സർ, ഇത് കഴിക്കൂ. ദേവൻ അത് തട്ടിമാറ്റി അവിടുന്ന് എഴുന്നേറ്റ് രവിയുടെ കോളറിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ആദ്യം ഞാൻ പറയുന്നതനുസരിക്ക്. എന്നിട്ട് അവനെ ഡോറിനടുത്തേക്ക് തള്ളിവിട്ടു. പോ ഇവിടുന്ന്, ദേവൻ അലറി.